തിരുവനന്തപുരം ബോണക്കാട് വിതുര റോഡിൽ കാട്ടുപോത്ത് കൂട്ടവും പോരാഞ്ഞ് കാട്ടാനക്കൂട്ടവും. ബോണക്കാട് ചെക്ക് പോസ്റ്റിനടുത്താണ് ഈ കാട്ടാന ഇറങ്ങിയത്. അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ വച്ചിരുന്നു. അഖിൽ, അതുവഴി പോകുന്നവരെ ഒരു തരത്തിൽ സമ്മതിക്കില്ല എന്നുള്ള നിലപാട് നിൽക്കുകയാണോ? കാട്ടുപോത്ത് കൂട്ടവും കാട്ടാനക്കൂട്ടവും കാണാനൊരു ഒരു ഗംഭീര ഐശ്വര്യം ഭംഗിയൊക്കെ ആണെങ്കിലും. ഹാഷ്മി, തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശത്ത് കാട്ടാനയും അതുപോലെ തന്നെ കാട്ടുപോത്തും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അത് ഏറ്റവും ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത് ഈ തോട്ടം തൊഴിലാളികൾക്കാണ്. തോട്ടം തൊഴിലാളികൾ ഈ ബോണക്കാടേക്ക് പോകാനും അതുപോലെ തിരികെ വരാനും ഒക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് ഈ ബോണക്കാട് വിതുര റോഡ്. ആ റോഡിലാണ് ഇപ്പോൾ നിലവിൽ ഈ കാട്ടാനക്കൂട്ടവും അതുപോലെ തന്നെ കാട്ടുപോത്ത് കൂട്ടവും ഇറങ്ങുന്നത് പതിവായിരിക്കുന്ന സംഭവം എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് ഈ പ്രദേശത്ത് കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടം ഇന്നലെ ഇറങ്ങിയിരുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഒപ്പം ഇന്ന് രാവിലെയും കാട്ടാനകളുടെ ഒരു കൂട്ടം ഇവിടേക്ക് ഇറങ്ങിയിരുന്നു. എന്തായാലും ഇത് അക്രമകാരികളല്ല എന്നുള്ള കാര്യമാണ് നിലവിൽ വനംവകുപ്പ് ഉൾപ്പെടെ അറിയിക്കുന്നത്. പക്ഷേ ഇതുവഴി പോകുന്ന യാത്രക്കാർ, പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. മണിക്കൂറുകളോളം കാത്തിരുന്ന് ഈ വന്യമൃഗങ്ങൾ കാട്ടിലേക്ക് പോകുന്നത് വരെ കാത്തിരുന്ന് വേണം അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാനെന്നുള്ള ഒരു ആശങ്കയും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഹാഷ്മി. ഓക്കെ, അഖിൽ ഷാ അൻസാറാണ് ഒരു വിവരങ്ങൾ നൽകിയത്. അങ്ങ് മാറി ഒരു കാട്ടുപോത്ത് സെറ്റ് നിൽക്കുന്നുണ്ട്. ഇപ്പുറത്തോട്ട് ഒരു ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജാഗ്രത പെടണം എന്നുള്ളതാണ് അഖിൽ ഷാ അൻസാർ പറയുന്നത്.